ഫരീദാബാദിലെ ഡോക്ടർ മൊഡ്യൂൾ പദ്ധതിയിട്ടത് 32 വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ സ്ഫോടന പരമ്പരയ്ക്കാണ്. ഇതിനുവേണ്ടി 20 ലക്ഷം രൂപ സ്വരൂപിച്ചിരുന്നു എന്ന ഇന്റലിജൻസ് വൃത്തങ്ങൾ കണ്ടെത്തി. സംഘത്തിലെ മറ്റൊരു കണ്ണിന്ന് സംശയിക്കുന്ന ഡോക്ടർ ഫറൂഖ് അഹമ്മദിനെ ഉത്തർപ്രദേശിലെ ആശുപത്രിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർമാർക്ക് അമോണിയം നൈട്രേറ്റ് ലൈസൻസ് ഇല്ലാതെ വിറ്റ ഹരിയാന സ്വദേശി ദിനേശ് സിൻഹയും അറസ്റ്റിലായി. ഇതിനിടെ മുഖ്യ കണ്ണി ഡോക്ടർ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് സുരക്ഷാ സേന തകർത്തു. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ ചേരുന്നുണ്ട്. അജയ്, വലിയൊരു പരമ്പരയ്ക്ക് തന്നെ, സ്ഫോടന പരമ്പരയ്ക്ക് തന്നെയാണ് ലക്ഷ്യം എന്നുള്ളതാണല്ലോ ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. എന്തൊക്കെയാണ് ഈ അന്വേഷണത്തിലെ കൂടുതൽ കാര്യങ്ങൾ? ഒപ്പം ജമ്മു കാശ്മീരിൽ നിന്നുള്ള അപ്ഡേറ്റ് കൂടി. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഗൂഢനീക്കം തന്നെ ഈ ഡോക്ടർമാർ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. മൊത്തം 32 വാഹനങ്ങളിൽ സ്ഫോടന പരമ്പര തന്നെ ഇവർ ആസൂത്രണം ചെയ്തിട്ടുള്ളതായിട്ടാണ് അന്വേഷണ സംഘം ഏറ്റവും പുതുതായിട്ട് വ്യക്തമാക്കുന്ന വിവരം. ഇവർ മൊത്തം 6 സ്ഥലങ്ങളിൽ ഈ ബാബരി മസ്ജിദ് തകർത്ത ദിവസമായിട്ടുള്ള ഡിസംബർ 6-ാം തീയതി മൊത്തം 6 സ്ഥലങ്ങളിൽ വ്യാപകമായിട്ടുള്ള ഒരു സ്ഫോടന പരമ്പര തന്നെയാണ് ഇവർ ആസൂത്രണം ചെയ്തതെന്നാണ് വിവരം. ഇതിനായി 32 വാഹനങ്ങളും ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഇപ്പോൾ കുറച്ച് വാഹനങ്ങളെ പറ്റിയിട്ടുള്ള സൂചനകൾ മാത്രമേ പോലീസിന് ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് ലഭിച്ചത് ഇപ്പോൾ സ്ഫോടനത്തിൽ തകർന്ന i20 വാഹനം തന്നെയാണ്. അത് സ്ഫോടനത്തിൽ നശിച്ചതാണ്. പിന്നെ ഒന്ന് ഒരു റെഡ് ഫോർഡ് എക്കോസ്പോർട്ട് വാഹനമാണ്. അത് ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയ വാഹനമാണ്. മറ്റൊരു വാഹനം കൂടി ഇന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് മാരുതി ബ്രസയാണ്. അത് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ്. ഈ ഒരു വാഹനം, ഈ 3 വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി മറ്റ് ചില വാഹനങ്ങൾ കൂടി, ഒരു സ്വിഫ്റ്റ് ഡിസയർ വാഹനം ഇവർ വാങ്ങിച്ചിരുന്നതായിട്ട് സൂചനയുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് വാഹനങ്ങൾ ഇവർ ഈ 20 ലക്ഷം അനധികൃതമായിട്ട് ഇവർ സംഘടിപ്പിച്ച 20 ലക്ഷം കൊണ്ട് വാങ്ങിച്ച ഈ വാഹനങ്ങൾ, മറ്റ് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലിന് വേണ്ടി കാർ ഡീലർമാർ, അതുപോലെ തന്നെ മറ്റ് ഇടനിലക്കാർ, ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 600 പേരെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്ന ഒരു സൂചന. ISISുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടന, ഒരു പുതിയ തീവ്രവാദ സംഘടന, പ്രത്യേകിച്ച് ഈ വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥർ, ഇവരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ISIയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പുതിയ തീവ്രവാദ സംഘടന ഇന്ത്യയിൽ രൂപപ്പെടുത്താനായിട്ട് ഇവർ ആലോചിച്ചിരുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗത്ത് നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു സർവകക്ഷി യോഗം അത് ചേരാനായിട്ട് ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ ആലോചനയുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു മൾട്ടി ഏജൻസി റിവ്യൂ ഈ സർവകക്ഷി യോഗത്തിൽ നടത്താനായിട്ട് ഇപ്പോൾ ആലോചനയുണ്ട്. അതായത് എല്ലാ പാർട്ടികളും കൂടി ചേർന്ന് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ഏജൻസികൾ, ഇപ്പോൾ NIA, അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹി പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്, കശ്മീരി പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു റിവ്യൂ മീറ്റിംഗ് എല്ലാ പാർട്ടികളുടെ മുമ്പിൽ വെച്ച് നടത്താനായിട്ട് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിലവിൽ ആലോചനയുണ്ട്. ഇതിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെ അറിയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ അതൊക്കെ എല്ലാം ആലോചനയിലാണ്. ഇന്ന് ഒരു പുതിയ ഒരു ഡോക്ടർ കൂടി നിലവിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഇയാൾ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇയാൾ അവിടുത്തെ ഒരു പ്രൊഫസറാണ്. അതുപോലെ തന്നെ ഇന്നലെ ഒരാൾ മുഹമ്മദ് ആരിഫ് മിർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഇന്നലത്തെ ദിവസം അറസ്റ്റിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് അറസ്റ്റിലായ ഡോക്ടറിൻ്റെ പേരാണ് ഫറൂഖ് അഹമ്മദ് എന്ന് പറയുന്നത്. ഡോക്ടർ ഫറൂഖ് അഹമ്മദ്. ഇയാൾ GS മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇന്നലെ അറസ്റ്റിലായ ഈ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്നത് ഇയാൾ ഉത്തർപ്രദേശിലുള്ള ഈ ഡോക്ടർമാരുടെ തീവ്രവാദ സംഘടനയ്ക്ക് നേതൃത്വം നൽകി ഉത്തർപ്രദേശിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതാണ്. ഇയാൾ കാൺപൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതായിട്ട് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് നിലവിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇൻ്റലിജൻസ് വിങ്ങിൻ്റെ ഒരു ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ ചീഫായിട്ടുള്ള തപൻ കുമാർ ദേഖ അത് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ടുള്ള അജിത് ഡോവലും, അതുപോലെ തന്നെ യൂണിയൻ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ് മോഹനും പങ്കെടുത്ത ഒരു ഉന്നതതല യോഗം ഇന്ന് അമിത്ഷായുടെ വീട്ടിൽ ചേർന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ നീക്കങ്ങളാണ് നടത്തേണ്ടത്, ഏതൊക്കെ തലത്തിൽ ഇനി അന്വേഷണം
അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുപോകണം എന്നതെല്ലാം വലിയ തോതിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്ഫോടനത്തിൽ ഫരീദാബാദ് മൊഡ്യൂളിന്റെ നിർണായകമായിട്ടുള്ള ആസൂത്രണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ഇന്റലിജൻസ് വൃത്തങ്ങൾ വഴി പുറത്തേക്ക് വരുന്നത്.